ഈ സുപ്രീം കോടതി നിർദ്ദേശമനുസരിച്ച് എന്തൊക്കെ ജാമ്യാവസ്ഥകൾ വെക്കണം എന്നത് സംബന്ധിച്ച് പ്രോസിക്യൂഷനോടുകൂടി അഭിപ്രായം തേടാം എന്നൊരു നിർദ്ദേശമുള്ള സാഹചര്യത്തിൽ പ്രോസിക്യൂഷനോട് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്താണ് എന്ന് കോടതി ചോദിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ കോടതിയെ ധരിപ്പിച്ചു. കോടതി അത് കേട്ടു. ഒപ്പം ഈ പൾസർ സുനിയുടെ അഭിഭാഷകനോടും ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ഉത്തരവ് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടൊരു അപേക്ഷ അത് നൽകേണ്ട ഒരു നടപടിക്രമമുണ്ട്. ആ നടപടിക്രമം പൂർത്തിയാക്കാനായി അഭിഭാഷകനോട് നിർദ്ദേശിച്ചു. അതനുസരിച്ച് ഒരു അപേക്ഷ എഴുതി നൽകി അത് കോടതി പരിഗണിച്ച ശേഷമാണ് ഈ പ്രോസിക്യൂഷൻ്റെ വാദം കൂടി കണക്കിലെടുത്ത് എന്തൊക്കെ ജാമ്യാവസ്ഥകൾ വേണം എന്ന പ്രോസിക്യൂഷൻ്റെ ആവശ്യങ്ങൾ കൂടി പരിഗണിച്ച് ഒരു ഉത്തരവ് ഇപ്പോൾ ഈ വിചാരണ കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് കർശന വ്യവസ്ഥകളോടെ പൾസർ സുനിക്ക് ജാമ്യത്തിൽ വിട്ടു നൽകിക്കൊണ്ടുള്ള ആ ഉത്തരവ് അല്പം മുമ്പ് കോടതി പുറപ്പെടുവിച്ചത്. ആ ഉത്തരവിലുള്ള വ്യവസ്ഥകളാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്. എറണാകുളം ജില്ല വിട്ടുപോകരുത്, മാധ്യമങ്ങളോട് സംസാരിക്കുന്നതടക്കമുള്ള കർശന ഉപാധികൾ ഈ ജാമ്യാവസ്ഥയിലുണ്ട്. ഒപ്പം ആൾ ജാമ്യം അതിനായി പൾസർ സുനിയുടെ അമ്മയടക്കമുള്ളവരെ കോടതിയിൽ എത്തിച്ചിട്ടുണ്ട്. ആ നടപടികളാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇത് അധികം വൈകാതെ ഒരു അരമണിക്കൂർ താഴെ സമയം കൊണ്ട് തന്നെ ഈ നടപടികൾ പൂർത്തിയാക്കാവുന്നതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം സുനിയെ നേരെ ജയിലിലേക്ക് തന്നെ കൊണ്ടുപോകും. ജയിലിലേക്ക്, അവിടെ ജയിൽ സൂപ്രണ്ടിന് മുൻപാകെ ഈ ഉത്തരവ് എത്തിച്ച ശേഷമാണ് ഈ അഭിഭാഷകർ ഈ ഉത്തരവ് ജയിൽ സൂപ്രണ്ടിന് എത്തിച്ച് നൽകിയ ശേഷം സുനിക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുകയും ചെയ്യാം. സുനി എന്തെങ്കിലും പറയുമോ ഇതുമായി ബന്ധപ്പെട്ട്? കാരണം 7.5 വർഷത്തിന് ശേഷമാണ് സുനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. ഈ സമയത്ത് എന്തെങ്കിലും പറയുമോ, പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുണ്ടാകുമോ എന്നൊക്കെ എല്ലാവരും കരുതിയിരുന്നതാണ്. പക്ഷേ കോടതിയുടെ കർശന നിർദ്ദേശമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്ന്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ സുനി പുറത്തു പറയാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. മാധ്യമങ്ങളോട് സംസാരിക്കില്ല, അത് കോടതി ഉത്തരവിൻ്റെ ജാമ്യ ഉത്തരവിൻ്റെ ലംഘനമാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നേരത്തെ ഇങ്ങോട്ട് ഈ കോടതിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്തും സുനിയോട് ഈ മാധ്യമങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന തരത്തിൽ ചോദിച്ചിരുന്നു. പക്ഷേ സുനി ഒന്നും തന്നെ പറയാതെയാണ് അകത്തേക്ക് പോയത്. ഇപ്പോൾ കോടതിയുടെ നിർദ്ദേശമുള്ളത് കൊണ്ട് തന്നെ ഇനിയൊന്നും ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുക അസാധ്യമാണ്. ഏതായാലും നടപടികൾ അധികം വൈകാതെ തന്നെ പൂർത്തിയാക്കി സുനിയെ ശരി ഉമേഷ്, ഏതായാലും അല്പസമയത്തിന് തന്നെ പൾസർ സുനിക്ക് പുറത്തിറങ്ങാൻ കഴിയുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുനിക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി ഉത്തരവ് വിചാരണ കോടതി നടപ്പാക്കിയിരിക്കുന്നു. കർശന നിബന്ധനകളോടെയാണ് പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അനുവാദം കൂടാതെ എറണാകുളം ജില്ല വിട്ടുപോകാൻ കഴിയില്ല, ഫോൺ നമ്പർ അടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ അറിയിക്കണം. അങ്ങനെ വളരെ കർശനമായ ജാമ്യ വ്യവസ്ഥകളടക്കം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ വിചാരണ കോടതി സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കിയിരിക്കുന്നത്. വിവരങ്ങളാണ് ഉമേഷ് കൊച്ചിയിൽ നിന്ന് നൽകിയത്.